പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തൃശൂർ ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ 2 ദിവസം, ഇന്നും നാളെയും തൃശൂർ ജില്ലയിലാണ് പുതുയുഗയാത്രയുടെ പര്യടനം നടക്കുക. ഇതിനോടകം തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതിയാണ് കാസർഗോഡ് കുമ്പളയിൽ നിന്നും ഈ യാത്ര ആരംഭിച്ചത്. ഇതിനോടകം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയുള്ള 6 ജില്ലകളിൽ പര്യടനം ജാഥ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ 7ാമത്തെ ജില്ലയാണ്. ജില്ലയിൽ 2 ദിവസമാണ് പര്യടനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനോടകം ഈ പിന്നിട്ട 7-6 ജില്ലകളിലും വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണയാണ് ജാഥയ്ക്ക് ലഭിച്ചത്. അഭൂതപൂർവമായ ഒരു സ്വീകാര്യതയാണ് ജാഥയ്ക്ക് ലഭിച്ചത്. നിരവധി ആളുകൾ പാർട്ടിക്കതീതമായിട്ട് UDF എന്ന് പറയുന്ന സംവിധാനത്തിന് പുറത്തുനിന്നുമുള്ളവർ പോലും, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പോലും ഈ ജാഥയ്ക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സ്വീകരണ യോഗങ്ങളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു കാഴ്ച. മറുവശത്ത് LDF-ന്റെ 3 മേഖലാ ജാഥകൾ എവിടെയും സ്പർശിക്കാതെ, എവിടെയും വാർത്തയാകാതെ ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു അനാഥ പ്രേതം കണക്ക് 3 ജാഥകൾ നടക്കുമ്പോൾ, മറുവശത്ത് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഒരു പുതുയുഗ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയ്ക്കുള്ള പരിഹാര മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ഹെൽത്ത് റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് കേരളത്തിന് മുൻപാകെ സമർപ്പിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കാൻ പോകുന്നത്? നിലവിലെ 10 വർഷത്തെ LDF ഭരണം കൊണ്ട് തകർന്നു പോയ കേരളത്തിലെ ആരോഗ്യ മേഖലയെ എങ്ങനെ നവജീവൻ നൽകാം, എങ്ങനെ നമുക്ക് പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാം എന്നതിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം, ഒരു മാസ്റ്റർ പ്ലാൻ അത് ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ച് അതിന് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ജാഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. വരും ദിനങ്ങളിൽ മറ്റ് വിവിധ മേഖലകളിലുള്ള സർക്കാരിൻ്റെ ഈ പറയുന്ന ബ്ലൂ പ്രിന്റ്, അതേപോലെ തന്നെ രൂപരേഖ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കും. അത്തരത്തിൽ രാവിലെയൊക്കെ തന്നെ സാധാരണക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് നിരവധി തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ ഈ ജാഥയിലെമ്പാടും കാണുന്നുണ്ട്. ജാഥ മുന്നോട്ട് പോകുന്തോറും വിസ്മയകരമായിട്ടുള്ള പല രാഷ്ട്രീയ മാറ്റങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജാഥ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന CPM-നൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള പല നേതാക്കളും ഇടതുപക്ഷം വിട്ടുകൊണ്ട്, ഇടതുപക്ഷം ഒരു യഥാർത്ഥ ഇടതുപക്ഷം അല്ലാതായി മാറിയിരിക്കുന്നു, അവർക്ക് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളൊക്കെ തന്നെ കൈമോശം വന്നിരിക്കുന്നു, അവര് ജനവിരുദ്ധരായി മാറിയിരിക്കുന്നു എന്ന വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധമായത്. അവരുടെ 15 വർഷം MLA ആയിരുന്ന ഐഷ പൂറ്റി കോൺഗ്രസ് ചേരുന്ന ഒരു കാഴ്ച കണ്ടു. CPM-ന്റെ സഹയാത്രികനായിരുന്ന ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖമായിരുന്ന BN ഹസ്കർ, അദ്ദേഹം LDF വിട്ടുകൊണ്ട് UDF-നൊപ്പം ചേർന്ന് UDF-ലെ ഘടകകക്ഷിയായ RSP-യിൽ അദ്ദേഹം അംഗത്വം എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ പുതുയുഗ യാത്രയിൽ ഉടനീളം അദ്ദേഹം RSP-യുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ യാത്ര ചെയ്യുകയും അദ്ദേഹം UDF-ന്റെ വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ട്. ഏറ്റവും അടുത്തായിട്ട് 2 LDF-നൊപ്പം നിന്ന്, അല്ലെങ്കിൽ CPM-നൊപ്പം ചേർന്ന് നിന്നുകൊണ്ടിരുന്ന 2 നേതാക്കളാണ് കഴിഞ്ഞ ദിവസം UDF-ന്റെ വേദികളിലെത്തിയത്. അതിലൊന്ന് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള നടൻ പ്രേംകുമാറാണ്. അദ്ദേഹം കാലങ്ങളായിട്ട് CPM-ന്റെ ഒരു സഹയാത്രികനായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അദ്ദേഹം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള, തന്നോട് പറയാതെ പുറത്താക്കിയതിലുള്ള നീരസം, തന്നോട് ഒരു നീതി കാണിച്ചില്ല എന്നുള്ള പരിഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം CPM-ഉമായിട്ട് ഇടയുകയും അദ്ദേഹം UDF-ഉമായിട്ട് ചേരാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇന്നലെ കോട്ടയത്ത് നടന്ന കോൺഗ്രസിന്റെ സാംസ്കാരിക സാഹിതി എന്ന് പറയുന്ന പരിപാടിയിൽ പ്രേംകുമാറിന്റെ സാന്നിധ്യമേറെ ശ്രദ്ധേയമായി. അദ്ദേഹം CR മഹേഷ് MLA-യുടെ നേതൃത്വത്തിലാണ് സംസ്കാര സാഹിതി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പുസ്തകോത്സവമാണ് കോട്ടയത്ത് നടന്നത്. അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രേംകുമാർ എത്തി അദ്ദേഹം തൻ്റെ നിലപാട് അവിടെ വ്യക്തമാക്കുന്ന ഒരു കാഴ്ച കണ്ടു. മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ജോസഫ് വാഴയ്ക്കനൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം ആ വേദിയിലുണ്ടായിരുന്നു. അവിടേക്കാണ് പ്രേംകുമാർ CPM-ഉമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു വന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ചലനം കോൺഗ്രസിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം രാത്രിയോടുകൂടി പാലക്കാട് വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതുയുഗ യാത്രയിൽ അണിചേരാനെത്തിയത്, വി ഡി സതീശന് കൈകൊടുക്കാനെത്തിയത് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച CPM-ന്റെ സമുന്നതരായിട്ടുള്ള നേതാവായിട്ടുള്ള VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷ് ആണ്. പതിറ്റാണ്ടുകളായിട്ട് CPM-നൊപ്പം ചേർന്നിരുന്ന, CPM-ന്റെ രാഷ്ട്രീയത്തിൽ ജനിച്ച് ജീവിച്ച A സുരേഷ്, അദ്ദേഹം ഇപ്പോൾ UDF-ന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. ഇന്നലെ വി ഡി സതീശന്റെ പുതുയുഗ യാത്രയിലെത്തിയ അദ്ദേഹം
UDF-മായിട്ടുള്ള ആത്മബന്ധം അല്ലെങ്കിൽ UDF-മായിട്ട് ചേർത്ത് പ്രവർത്തിക്കാനുള്ള തൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു സ്വീകരണമാണ് ഇന്നലെ ആ ജാഥയിൽ ലഭിച്ചത്. വി ഡി സതീശൻ അദ്ദേഹത്തെ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള UDF-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കളും തിങ്ങി നിറഞ്ഞ വേദിയിലാണ് സുരേഷ് UDF-ലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഒരു ഹ്രസ്വ പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്നത് പോലെ തന്നെ LDF-ലെ അപജയമാണ്, ഇടതുപക്ഷത്തിന്റെ ഒരു അപജയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിലും എല്ലാം തന്നെ VS-ന്റെ ഒരു മകനെ പോലെ VS-നെ പരിചരിക്കുകയും അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സുരേഷ്. VS-നെ അത്രത്തോളം അടുത്തറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ്. ആ VS-ഉമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് സുരേഷിനെ ഏതാണ്ട് 13 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത്. നമുക്കറിയാം, അന്ന് CPM-ൽ വിഭാഗീയത VS പിണറായി പക്ഷങ്ങൾ എന്ന നിലയിൽ വിഭാഗീയത കത്തി നിൽക്കുന്ന കാലമാണെന്ന്. VS-നൊപ്പം നിന്നതിന്റെ പേരിൽ VS-ന്റെ പാർട്ടിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയിലെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കെല്ലാം പിന്തുണ കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിന്റെ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷിനെ ഏതാണ്ട് 13 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. പിന്നീട് അദ്ദേഹം പലതവണ പാർട്ടിക്ക് അപ്പീൽ കൊടുത്തിട്ട് പോലും അതിൽ പരിഗണിക്കുകയോ അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയോ ചെയ്തില്ല. അതേസമയം തന്നെ സ്ത്രീ കേസുകൾ ഉൾപ്പെടെ പീഡന കേസുകൾ ഉൾപ്പെടെ പ്രതികളായിട്ട് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ പലരും പിന്നീട് തിരിച്ചു വന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ വലിയ പദവികൾ വഹിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. MLA-മാരായിട്ട് പലരും ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സുരേഷിനെ പോലെ ഒരു നേതാവിനെ VS-നോടൊപ്പം ചേർന്ന് നിന്നു എന്നതിന്റെ പേരിൽ മാത്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു നേതാവ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ അദ്ദേഹം തന്നെ പറയുന്നത് 100 കണക്കിന് തവണ താൻ പാർട്ടിയുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MP ഗോവിന്ദൻ പറഞ്ഞത് പുറത്താക്കിയാൽ അത് പുറത്താക്കിയത് തന്നെയാണ്. പണ്ട് നമുക്കറിയാം, TP ചന്ദ്രശേഖരനെ കുറിച്ച് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് കൊല്ലംകുത്തി എന്നും കൊല്ലംകുത്തിയാണ് എന്നൊരു പ്രതികരണമാണ്. ചന്ദ്രശേഖരൻ 52 വെട്ടേറ്റു മരിച്ച് കൊല്ലപ്പെട്ട് കിടക്കുമ്പോഴും പിണറായി വിജയൻ പറഞ്ഞത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം MP ഗോവിന്ദന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. പുറത്താക്കിയത് തന്നെയാണ്. സുരേഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ ഇനി ഒന്നല്ല 100 തവണ അഭ്യർത്ഥിച്ചാലും 100 കത്ത് തന്നാലും പുറത്താക്കിയതാണ്, അദ്ദേഹത്തെ തിരിച്ചെടുക്കില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് സത്യത്തിൽ സുരേഷ് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം മാനസികമായി തന്നെ അങ്ങേയറ്റം വേദനയോട് കൂടിയാണ് താൻ ഈ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. VS-ന്റെ അനുമതി വാങ്ങിച്ചുകൊണ്ടുകൂടിയാണ്, VS-ന്റെ ആത്മാവിനോട് അദ്ദേഹം അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല വിസ്മയകരമായ മാറ്റങ്ങളും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുകയാണ്. ഇന്നലെ അതിനുശേഷം ആ യോഗത്തിൽ വന്നതിന് ശേഷം സുരേഷ് ഒപ്പം തന്നെ മുൻപ് BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരൊപ്പം തന്നെ BN ഹസ്കർ, ഇവർ മൂന്നും നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പല ഘട്ടങ്ങളിലായിട്ട് മറ്റു പാർട്ടികൾ വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ 3 പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ ഒന്നിച്ചു നിന്നുള്ള ഒരു കാഴ്ച മാധ്യമങ്ങളെ കണ്ട ഒരു കാഴ്ച. അവർ 3 പേരും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, രാജ്യത്ത് ഒരു ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. ഒപ്പം തന്നെ CPM-ന്റെ ഒരു അപജയത്തെക്കുറിച്ചൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ചും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന BN ഹസ്കറിനെയും സുരേഷിനെയും പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് CPM-ന്റെ ഒരു ഇടതുപക്ഷ ആശയങ്ങളെ കൈപിടിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട്, ആ ഒരു അപജയത്തെക്കുറിച്ചാണ് അവരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ജാഥ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ വിസ്മയങ്ങൾ തീർത്ത് അത് വിജയകരമായിട്ട് നീങ്ങുകയാണ്. ഇന്നലെ ഈ പറയുന്നത് പോലെ സന്ദീപ് വാര്യർ അദ്ദേഹം പറഞ്ഞത്, സുരേഷിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ ആളുകൾ ഇതേപോലെ UDF-ലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് സന്ദീപ് വാര്യരാണ്. അദ്ദേഹം പറയുന്നത് പിക്ചർ അഭി ഭി ബാക്കി ഹേ മരാ ദോസ്ത് എന്നാണ്. അതായത് ഇനിയും ഈ ചിത്രങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന വ്യക്തമായ ഒരു സൂചനയാണ് സന്ദീപ് വാര്യർ നൽകുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇനി വരാനുണ്ട്. പ്രത്യേകിച്ചും ഈ സുരേഷിനെ UDF-ലേക്ക് കൊണ്ടുവരുന്നതിന് മുൻകൈയെടുത്ത അല്ലെങ്കിൽ അതിന് നിർണായക പങ്ക് വഹിച്ച് ചരട് വലിച്ച ഒരു നേതാവാണ് ഈ സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വരും ദിനങ്ങളിൽ ഈ പറയുന്നത് പോലെ അടുത്ത മാസം 6-ാം തീയതി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ ജാഥ സമാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള നിരവധി വിസ്മയങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് LDF-നൊപ്പം നിൽക്കുന്ന CPM-നൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി നേതാക്കൾ, ആ പാർട്ടിയോട്, ആ മുന്നണിയോട് മാനസികമായിട്ട് അകന്നു കഴിഞ്ഞിരിക്കുന്ന പല നേതാക്കളും വരും ദിനങ്ങളിൽ പല ജില്ലകളിൽ നിന്നുമായിട്ട് UDF-ന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.